കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 30 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ജനങ്ങൾ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നത് 2 ടൈപ്പ് ആളുകളെ കാണാൻ പറ്റും. ഒന്ന്, നിയമപാലകരായിട്ടുള്ള, നിയമത്തിന് അമിതമായ പ്രാധാന്യം നൽകിയ വ്യക്തികളെ, പക്ഷേ ഹൃദയത്തിലും കാതുകളിലും അപരിച്ഛേദിതർ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആത്മീയ ഭോജ്യത്തിലാണെങ്കിലും ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ് അഗ്രചർമ്മം മുറിച്ചുള്ള പരിച്ഛേദനം. അത് രക്ഷയിലേക്ക് നമ്മളെ നയിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കാണാൻ സാധിക്കും, ഒരു കാലത്ത് പത്രോസ് ആണേലും അതിനുവേണ്ടി വാദിച്ചു. പൗലോസ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, രക്ഷ പ്രാപിക്കാൻ യേശുവിൽ വിശ്വസിക്കുക, വിശ്വാസമുള്ളവരെ പോലെ ജീവിക്കുക, അത് നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കും. പത്രോസ് പറഞ്ഞു, പോരാ, ഒരു ക്രിസ്തീയ സമൂഹത്തിൽ പെടണമെങ്കിൽ പരിച്ഛേദനം ആവശ്യമാണ്. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നെങ്കിലും അവർ തല്ലിത്തീർക്കുകയല്ല ചെയ്തത്. അവർ ദൈവത്തിൽ നിന്നും പഠിക്കാനായിട്ട് സന്നദ്ധരായിരുന്നത് കൊണ്ട് കർത്താവ് അവരെ പഠിപ്പിച്ചു. പത്രോസ് പിന്നീട് പറയാണ്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിനെ അയക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രക്ഷ പ്രാപിക്കാൻ ഈ അഗ്രചർമ്മം മുറിച്ചുള്ള പരിച്ഛേദനമല്ല വേണ്ടത്, ഹൃദയപരിച്ഛേദനം. അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ആന്തരിക പരിച്ഛേദനത്തെക്കുറിച്ച് കൊളോസസ് 2:11 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് വേണമെങ്കിൽ കുറേ ലീഗലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. നിയമങ്ങൾ ഞാൻ പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുന്നത് ദൈവത്തെ അറിയണം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം, ആ വിശ്വാസം പ്രചരിപ്പിക്കണം. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 17:3 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവത്തെ നമ്മൾ അറിയണം, അറിഞ്ഞ ദൈവത്തിൽ വിശ്വസിക്കണം, ആ വിശ്വാസം നമ്മൾ പ്രചരിപ്പിക്കണം. യോഹന്നാൻ്റെ 4-ാം അധ്യായവും നമ്മൾ വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായവും 2 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കണ്ടതുപോലെ അടയാളങ്ങൾ നോക്കി ഓടി നടക്കുന്ന ആ ഒരു സാഹചര്യത്തെക്കാൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ച് ആ വിശ്വാസം ജീവിക്കുന്നവരായിട്ട് മാറണം. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും നമ്മുടെ മനോഭാവത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്കിന്നും പ്രധാനപ്പെട്ടത് അടയാളങ്ങൾ, അതല്ലാതെ യേശുവിനെ അറിഞ്ഞവരെ പോലെ ജീവിക്കണം, അതെന്നെ രക്ഷയിലേക്ക് നയിക്കും എന്ന് ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്ര പേര് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 4 നമ്മൾ കാണുന്നുണ്ട്, കുടിവെള്ളം അതിചോദിച്ച് ആ ലെവലിൽ നിന്ന് സമറിയാക്കാരി സ്ത്രീ യേശുവുമായിട്ടുള്ള ശരിക്കുള്ള ഒരു സംഭാഷണവും അവനുമായിട്ടുള്ള വ്യക്തിബന്ധവും അവളെ കൊണ്ട് എത്തിച്ചത്
ജീവജലത്തിലാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളത് അംഗീകരിച്ചു. അവളുടെ ജീവിതത്തിൽ രക്ഷ കൈവന്നു. യോഹന്നാൻ 6-ാം അധ്യായത്തിലും ഈ നമ്മുടെ ശരീരത്തിന് ഉപകരിക്കുന്ന അപ്പത്തേക്കാൾ നമ്മുടെ ആത്മരക്ഷ സാധ്യമാക്കുന്ന യേശുവിൻ്റെ ശരീരരക്തങ്ങൾ അതിന് പ്രാധാന്യം കൽപ്പിക്കണം. ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടയാളങ്ങളും അത്ഭുതങ്ങളും അത്ഭുത രോഗസൗഖ്യങ്ങളും അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമൊക്കെ. യോഹന്നാൻ 2-ാം അധ്യായം വായിച്ചാൽ 23 മുതലുള്ള വചനങ്ങൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട് അവനിൽ വിശ്വസിച്ച വ്യക്തികളെക്കുറിച്ച്. പക്ഷെ അവരെ യേശു വിശ്വസിച്ചില്ല. യേശു വിശ്വസിക്കാത്തവർ സ്വർഗത്തിൽ പോകുന്നുണ്ടോ? അതിന് ഒരു സാധ്യതയില്ല. നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ പോരാ, യേശു നമ്മിൽ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ വിശ്വാസം ജീവിക്കുന്നവരാണെന്ന് യേശു ഏറ്റു പറയണം. അതിന് കുറച്ച് നമ്മൾ കുറേ നിയമങ്ങൾ പാലിച്ചാൽ പോരാ, കുറേ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചാൽ പോരാ. ആന്തരിക പരിച്ഛേദനം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് അനിഷ്ടമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുന്ന ആന്തരിക പരിച്ഛേദനം അത് സ്വീകരിച്ചവർ, അവരിൽ യേശു വിശ്വാസം അർപ്പിക്കും. അവര് സ്വർഗത്തിലെത്തും എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നേറുന്നതിനേക്കാളും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ ലൂക്കാ 18:22 കാണുന്ന ഒരു കാര്യമുണ്ട്. തനിക്കിഷ്ടമുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ. അവൻ കൃത്യമായിട്ട് ദശാംശം കൊടുത്തു, കൽപ്പനകൾ പാലിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ കർത്താവ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപം ഉണ്ടായിക്കോളും. അവന് നിരാശനായി പോയെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കാം, അത് ചെയ്യാൻ പറ്റുമോ? അതിന് സമ്പൂർണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞത്, നമ്മളെ കർത്താവ് ഒന്നിനും നിർബന്ധിക്കത്തൊന്നുമില്ല. നീ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കത്തൊന്നുമില്ല. പക്ഷേ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് പൂർണ്ണതയിൽ തന്നെ വെളിപ്പെടുത്തും. അത് വേണമെന്നുണ്ടെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതൊന്നും ലക്ഷ്യം വെക്കാതെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടാകാം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.